ഈ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്തു. ഇങ്ങനത്തെ ഫോട്ടോ ഒന്നും വരത്തില്ല. ഈ ഫോട്ടോയൊക്കെ അങ്ങനെ എല്ലാ സെലിബ്രിറ്റിക്കും കിട്ടുന്ന ഫോട്ടോ അല്ല, അല്ലേ? ആർക്കുണ്ട് ഇങ്ങനൊരു പിക്ചർ? ഇതൊന്നും എടുക്കാൻ പറ്റത്തില്ലെന്നേ. ഇതൊക്കെ എടുക്കണമെങ്കിൽ അതുപോലത്തെ ആളുകൾ വരണം. ഇനി ഇങ്ങനെ എടുക്കാനും പറ്റത്തില്ല. ഞാൻ ആദ്യം വിചാരിച്ചത് ഈ പോലീസുകാർക്ക് എന്നോട് എന്തോ ദേഷ്യമുള്ളവരാണ് ഈ ഫോട്ടോ എടുക്കുന്നതെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവർ പോലീസിൻ്റെ പണി അല്ലാതെ മീഡിയയുടെ പണിയും ചെയ്യുന്നുണ്ടെന്നുള്ളത് പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ, അതായത് അന്ന് ജാമ്യം കിട്ടി വന്നപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ ഈ പടം കിടന്ന് ഓടുന്ന കണ്ടപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇത് ഹിറ്റായി. അപ്പോൾ ഒരു ബനിയനം ഘടിപ്പിച്ച് അത്രേ ചെയ്തുള്ളൂ. അപ്പോൾ അതിനി ഇങ്ങനത്തെ ഫോട്ടോ എടുക്കുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ ഉളുപ്പ് വരണം. ഒരു ഇച്ചിരി ഉളുപ്പുള്ളവന്മാർ ചെയ്ത് അങ്ങനത്തെ പോലീസുകാരല്ല അത് എടുത്തതും. എന്നോട് പൊതുവെ വിരോധം ഉണ്ടാകും. ഞാൻ ആദ്യം ഓർത്ത് എന്നോടുള്ള വിരോധം കൊണ്ട് അവരെന്തോ സന്തോഷിക്കാൻ വേണ്ടി എടുക്കുന്നതാണെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ശരി എടുക്കട്ടെ, എന്തിലാട്ടെ, അയാളുടെ ഒരു സന്തോഷമല്ലെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ മനസ്സിലായി ഇതൊക്കെ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനാണ്, അങ്ങനൊന്നും എടുക്കാൻ പാടില്ല. എടുക്കാൻ പാടില്ലായൊന്നുമില്ല. അയാൾക്ക് വേണമെങ്കിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് വേണേൽ കൈ വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഫോട്ടോ എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാം, അതൊരു പ്രശ്നമല്ല. പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ 4 പേര് ഫോട്ടോ എടുക്കുന്നത് 4 ഫോട്ടോയും സോഷ്യൽ മീഡിയയിൽ കിടന്ന് പ്രചരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരെല്ലാം സോഷ്യൽ മീഡിയ പോലീസുകാരാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആവാൻ നിന്ന് ആരാണ്ടൊക്കെ പിടിച്ച് കാക്കിടിച്ച് കൊണ്ടുവന്ന ഏതൊക്കെ ആൾക്കാരായിരിക്കും. പിന്നെ അവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അവരുടെ ഡ്യൂട്ടി എന്താണെന്ന് അറിയത്തില്ല. അവരുടെ ജോലിയിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് അറിയത്തില്ല. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഈ പറഞ്ഞ ആളുകളോട് എന്ത് പറയാനാണ്? അതിനുള്ള അറിവ് പോലും ഇല്ല. ഇപ്പം ഞാനിപ്പോൾ എന്താ ചെയ്തത്, അവരെന്താ ചെയ്തതെന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, സിദ്ദിഖിനെ കാണാനില്ല എന്ന് ലുക്കൗട്ട് നോട്ടീസൊക്കെ അടിച്ചിറക്കേണ്ടി വന്നു. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരായ ആളെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് കള്ളവാർത്ത കൊടുത്തു. അതിന് തലേ ദിവസം കാണാനില്ലെന്ന് പറഞ്ഞ് ഒളിവിലാണെന്ന് പറഞ്ഞ് കള്ളവാർത്ത കൊടുത്തു. സിദ്ദിഖ് ഇക്ക വിളിച്ചെന്ന്. എന്ത് ഇക്ക? അയ്യോ ആണ്ട കിടക്കണ്, എങ്ങനെ ഇരിക്കണ്? ഇനിയാലും ഇങ്ങനത്തെ ഫോട്ടോ ഒന്നും ആരും എടുക്കത്തില്ല പോലീസുകാർ. ഇത് കഴിഞ്ഞ്, ഇത് ലാസ്റ്റാ. ഇതൊരു ബ്രാൻഡിങ്ങിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഇത് അതേ സെറ്റിങ്ങിൽ പോയി ചെയ്യണം. ആർക്ക് ഇനിയിപ്പോൾ വല്ല സെറ്റ് ഇട്ട ആൾക്കാർക്ക് ഇത് എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഗവൺമെന്റ് സർവീസിന് ആ ഒരു സർവീസിൽ നിന്ന് ഇത് കിട്ടത്തില്ല. പോലീസുകാർ ഈ ഫോട്ടോ എടുത്ത് തരത്തില്ല ഇനി ആർക്കും. അത് അവരും ഇപ്പോഴാണ് മനസ്സിലാക്കിയെന്ന് തോന്നുന്നു, അല്ലേ? പോലീസുകാർക്ക് അറിയത്തില്ല എന്ന് തോന്നുന്നു ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന്. അത് അതുപോലത്തെ പോലീസുകാരാ, എന്തോ പഠിച്ചിട്ടാ വന്നേക്കുന്നതെന്ന് അറിയത്തില്ല. എന്നാലും അങ്ങനത്തെ കാക്കിയിട്ട ആൾക്കാർ അവർ 4 പേരോ 5 പേരോ കണ്ട് ഫോട്ടോ എടുത്തുന്നേ. ഞാൻ തിന്മാരെന്തിനാ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നത്? ഇനി അവർക്ക് വല്ല ആവശ്യത്തിനായിരിക്കും ഇങ്ങനെ ആളെ ഇവിടെ എടുത്ത് വെച്ചു, അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ സോഷ്യൽ മീഡിയ പ്രചരിക്കുന്നത് കണ്ടപ്പോഴാണ് മനസ്സിലായത് പോലീസുകാരുടെ ആ അവസ്ഥ. എന്നിട്ട് അവരാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, നീ ആ പറഞ്ഞത് ശരിയായില്ലെന്ന്. എന്തോ ഒരു വാക്കിൻ്റെ കാര്യമാണ്, ആ പറഞ്ഞത് ശരിയായില്ല, ഞങ്ങൾ ഈ ചെയ്തത് വളരെ ശരിയാണ്, പക്ഷെ ഇത് അതിലും വലിയ ശരികേടായിരുന്നു എന്നുള്ളത് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. ഇതൊരു ഗവൺമെൻറ് ഫെസിലിറ്റീസിലാണ് ഞാൻ നിൽക്കുന്നത്, ഇതൊക്കെ ലോക്കപ്പാണ്, അവിടെ നിന്ന് ഫോട്ടോ എടുത്തത് പോലീസുകാരാണ്. അവർക്കിപ്പോൾ ഇവൻ്റെ ഒന്നും ഫോട്ടോ ഒന്നും എടുക്കാൻ കൈ പൊങ്ങത്തില്ല എന്നുള്ളതും വളരെ എന്താ പറയണ്ടേ ഒരു സത്യസന്ധമായ കാര്യം മാത്രമാണ്. ഈ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരല്ല, അത് വേറെന്തോ ആണ് എന്നൊക്കെയാണോ എന്നറിയത്തില്ല. എന്നാലും തിരുവല്ല പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്ക് ഫോട്ടോ എടുക്കാൻ അറിയാം. എനിക്കൊന്ന് ഫോട്ടോഗ്രാഫർ ആവാനിരുന്ന ആരെയൊക്കെയോ പിടിച്ച് പോലീസിൽ ചേർത്തായിരിക്കും, അതായിരിക്കും കാരണം. ഫോട്ടോഗ്രാഫറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ആകാനിരുന്ന ചില ആൾക്കാരെ പോലീസിൽ എടുത്തുകൊണ്ട് മാത്രം കിട്ടിയൊരു ഫോട്ടോഗ്രാഫ് ആയിരിക്കാം ഇത്, അല്ലേ? ശരിയല്ലേ? അതാണ് ഇതിനകത്ത് രസം. എന്നിട്ട് ഈ കേസ് എന്താണ്, എൻ്റെ കേസ് എന്താണ്? എന്നിട്ടും ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ലേ? മീഡിയക്ക് ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ലേ? മീഡിയക്കാർ ഇനി അതുവഴി വരുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങി പോകുന്നു, കയറിപ്പോകുന്നു. പുള്ളി പിന്നെ VIP ആയതുകൊണ്ടേ എന്ത് VIP, ഇവനൊക്കെ എന്ത് VIP? എനിക്കറിയാൻ മേലുണ്ട് ചോദിക്കും, ഇവനൊക്കെ എന്ത് തരം VIP-യാ? ഈ VIP എന്ന് പറയുന്നത് എന്താണപ്പോൾ? ഇങ്ങനത്തെ ഇമ്പോർട്ടൻസ് എങ്ങനെയാണ് ഈ പേഴ്സൺ വരുന്നത്? അതും വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നില്ലേ? കുറേ കാശുണ്ടാവും, ശരിയാ. കാശൊക്കെ ആരെ പറ്റിച്ചാണ് ആർക്കും വേണമെങ്കിലും ഉണ്ടാക്കാനൊക്കെ പറ്റും. കുറേ പേര് അങ്ങനെ കോടികൾ ഉണ്ടാക്കിയവരൊക്കെ ഉണ്ട്. പലതരം പണികൾ കാണിച്ചിട്ടും കാശുണ്ടാക്കിയ ആൾക്കാരിവിടെ ഉണ്ട്. അതെങ്ങനെയാണ് ഗവൺമെൻറ്റിന് ഒരു ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആവുന്നതെന്ന് എനിക്കറിയത്തില്ല.
ഇവിടെയുള്ള നാട്ടുകാർക്ക് വേണ്ടി എന്തിനും ചെയ്തു അല്ലേ? ഈ പറഞ്ഞ എന്തുവാ സിനിമയിൽ അഭിനയിക്കുന്ന ഒരു വലിയ കാര്യമൊന്നുമല്ല. അതിനകത്തുനിന്ന് ഒരു കുറേ പേര് പല ജോലി ചെയ്ത് കാശുണ്ടാക്കിയവരുണ്ട് ഇവിടെ. പിന്നെ ഇവരുടെ പബ്ലിസിറ്റി അല്ല ഇവരുടെ എന്താ പറയുക സെലിബ്രിറ്റി സ്റ്റാറ്റസ്, ഇൻഫ്ലുവൻസ് ഒന്നുമില്ല, ആർക്കും വേണ്ടാത്ത സാധനമൊക്കെ തന്നെയാണ്. ഇത് മോഹൻലാലും മമ്മൂട്ടിയും പോലൊന്നും അല്ല ഈ സിദ്ദിഖൊന്നും. അങ്ങനെ വലിയ നിർബന്ധമൊന്നുമില്ല. അല്ലേ ഇപ്പോൾ അവിടെ ഫാൻസുകാർ വന്ന് കൂടി നിന്ന് ബഹളം ഉണ്ടാക്കുന്ന സീനൊക്കെ കാണേണ്ടി വന്നേനെ. അതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവരൊക്കെ ഇപ്പോൾ VIP ട്രീറ്റ്മെൻ്റ് ആയിരിക്കും. എന്താണെങ്കിലും ഇതൊന്നും പറ്റത്തില്ല അല്ലേ? വേണ്ട, ഇങ്ങനത്തെ പണിയൊന്നും കാണിക്കണ്ട ആരുടെ അടുത്ത്. നമ്മൾക്കിത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, അതുകൊണ്ട് വേറൊരാൾക്ക് ഇത് വരണം എന്നുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല. നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്താൽ മതി അല്ലേ? ശരിയല്ലേ? അതേ ചെയ്യാവൂ. അല്ലാതെ വല്ലവരും വേണ്ടി പണിയെടുക്കരുത്. ഇത് നമ്മൾ ജോലി ചെയ്യുന്നത് വേറൊരാൾക്ക് വേണ്ടിയാണെങ്കിലാണ് ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ പറ്റുന്നത്. മനസ്സിലായോ? താൻ ചെയ്യുന്ന ജോലി തനിക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ താൻ ഒരിക്കലും ചിലപ്പോൾ ആ ജോലിക്കകത്ത് ഈ പണി ചെയ്യേണ്ടി വരത്തില്ല. ഇത് തൻ്റെ പണി അല്ലായിരുന്നു. അതേ ഉള്ളൂ ഇതിനകത്തെ ഒരേ ഒരു കാര്യം. അപ്പോൾ തൻ്റേതല്ലാത്ത പണി ചെയ്ത് തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ ഇങ്ങനെയൊക്കെ ഓരോരുത്തർ ജീവിക്കുന്നുണ്ട് അല്ലെ? നാണം കിടന്നെന്ന് തന്നെ പറയണം വേണമെങ്കിൽ. അതൊരു നാണക്കേടാണ് ശരിക്കും. ഇത് കേരളമെന്നല്ല, പ്രത്യേകിച്ച് മീഡിയയിലോട്ടൊക്കെ ഇട്ട് കൊടുത്തത്. ഇപ്പോൾ ആൾക്കാർ ചോദിക്കത്തില്ല ഇതെന്താ ഇങ്ങനെ, ഇയാൾക്ക് മാത്രം എന്താ ഒരു സ്പെഷ്യൽ എന്ന്. അതെന്താന്ന് ചോദിക്കുമ്പോൾ അവൻ യൂട്യൂബിലിരുന്ന് വർത്താനം പറയുമെന്ന്. ഭയങ്കര വലിയ കൊടും കുറ്റവാളികളായ കുറേ ആളുകൾ. ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് തൊപ്പി വലിയ ഹവാലയാന്നൊക്കെ പറയുന്നുണ്ട്. ആർക്കറിയാം എന്തുവാന്ന്. അയ്യോ, സമ്മതിക്കണം. ഇവന്മാർ കൂളായിട്ട് ഇവിടെ ഇനി എത്ര കേസുകൾ, ഇനി ബാക്കി 26 കേസ് എന്ത് ചെയ്യും? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ. അതുകൂടാതെ വീണ്ടും 14 കേസ്, മൊത്തം 40 കേസുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോഴും സിദ്ദിഖും മുകേഷ് ഇങ്ങനെ കുറേ പേരുടെ ഇടയിൽ കിടന്ന് കറങ്ങും. അതിനിടയ്ക്ക് മറ്റേ പരാതിക്കാരി പിൻവലിച്ചു, സപ്പോർട്ട് കിട്ടിയില്ലെന്ന്. ആർക്കാ? ഈ പെണ്ണിന് കുറേ സപ്പോർട്ടും കിട്ടി. ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഇനി ഇതുപോലെ സംഭവിച്ചാലും പെണ്ണുങ്ങൾ മുന്നോട്ട് വരത്തില്ല. കാരണം ഇതൊക്കെയാണ് കാണുന്നത്. ഒരാളാണ് കേട്ടോ സിനിമാ മേഖലയിൽ ഏറ്റവും, ഇങ്ങനൊന്നും വിചാരിക്കരുത്. ദിലീപും സിദ്ദിഖും മാത്രമേ ഉള്ളൂ കേട്ടോ മോശക്കാരായിട്ട്. പിന്നെ മുകേഷ്, ബാക്കി എല്ലാവരും മാന്യന്മാരായിരുന്നടേ. അതുകൊണ്ട് ഇവർ എത്തുക, ബാക്കി എല്ലാവരും മാന്യന്മാർ. 26 കേസുള്ളവരാരാന്നും അറിയത്തില്ല. അതെന്താ അവരുടെ കാര്യം പറഞ്ഞാൽ ആ കേസിനെ പറ്റി അറിയിച്ച എന്താ കുഴപ്പം? എനിക്കിപ്പോഴും മനസ്സിലായില്ല അതെന്താന്ന്. 2 ലക്ഷത്തോളം ക്രൈംസ് രജിസ്റ്റർ ചെയ്തു. ഈ കഴിഞ്ഞ ദിവസം തൊപ്പി എന്നൊരു പേര് കേട്ടിട്ട് തൊപ്പിയുടെ റൂമിലെങ്ങാണ്ട് MDMA ഉണ്ടെന്നോ ഏതോരുത്തൻ അങ്ങനെയൊക്കെ ചെയ്തെന്ന് പറയുമ്പോഴത്തേക്കിന് ഫോട്ടോയോ എല്ലാം വരുന്നുണ്ട്. അവൻ എന്നാ ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ, അവൻ ഇതിനായിട്ട് ബന്ധമുണ്ടോ, അതൊന്നും അറിയത്തില്ല. പക്ഷെ മീഡിയ എടുത്തിട്ട് അലക്കുന്നുണ്ട്. ഇതെല്ലാം പബ്ലിഷ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ എന്തുകൊണ്ട് അവർ റേപ്പ് ചെയ്തു അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഇൻഡസ്ട്രിയിൽ ഇത്രയും പേർക്ക് തൊഴിൽ കൊടുക്കുന്ന സ്ഥാപനത്തിൽ സ്ത്രീകളെ ഇത്രമാത്രം ചൂഷണം ചെയ്യുകയും അതിക്രമിക്കുകയും ബലാത്സംഗം ചെയ്യുകയും അതിനകത്ത് പോക്സോ അടക്കമുള്ള കേസുകളുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആരാണ്ടൊക്കെ പത്രവാർത്തകളിൽ കേട്ടു. ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയത്തില്ല, ഈ നാട്ടുകാർക്ക് ആർക്കും അറിയത്തില്ല. എന്നിട്ടും അതൊന്നും പുറത്തു വിടാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ കാരണം? ഇവിടെ എന്താ കലാപം ഉണ്ടാവും ഇവന്മാരെ പറ്റി അറിഞ്ഞാൽ? ആർക്ക് വേണം ഇവരെ? ആർക്കാവശ്യം? ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യമാണോ ഇത്? ഈ പറഞ്ഞ കേസുകളെ പറ്റി പുറത്തറിയിക്കാതിരിക്കേണ്ടത് ആരുടെ പ്രൈവസി അത്? ഇരകളുടെ കാര്യം പറയണ്ടെന്നേ. പക്ഷെ ഇന്ന ആളുകൾക്കെതിരെ പരാതി ഉണ്ടെന്ന് എന്താ പറയാത്തെ? ഇത് ഏത് ജനത്തിൻ്റെ ആവശ്യം അത്? ഈ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകളും അതാണോ പറഞ്ഞത്? ഈ പറഞ്ഞ എന്നെ പീഡിപ്പിച്ച ആളുടെ അല്ലെ എന്നെ ഉപദ്രവിച്ച ആളുടെ പേര് പുറത്ത് പറയാതെ വേണം ഇത് കൈകാര്യം ചെയ്യണമെന്ന് ആരെങ്കിലും ഈ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടോ? സ്ത്രീകൾ ആവശ്യപ്പെട്ടോ? ഇരകൾ ആവശ്യപ്പെട്ടോ? പൊതുജനം ആവശ്യപ്പെട്ടോ? ആരുടെ ആവശ്യം അത്? അല്ലെ പോലീസുകാർക്ക് എന്തോ അങ്ങനെ ഒരു പ്രത്യേകത വല്ലതും ഉണ്ടോ? ഇനി പുതിയ പ്രോട്ടോകോൾ ഉണ്ടോ? അറിയാൻ മേലായിട്ട് ചോദിക്കുക. ഇവിടെ VJ മച്ചാന്ന് പറഞ്ഞ പയ്യൻ എന്തോ പോക്സോ സംഭവമായിട്ട് അടിച്ചു കയറിയിട്ടുണ്ടാകുന്ന കുറച്ച് നാൾ ലോക്കപ്പ് ഇത് സബ് ജയിലിലൊക്കെ പോയി കിടക്കുന്നുണ്ടാകും. എന്താ നടന്നതെന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷെ എന്തോ പരാതിയുണ്ട്, കുട്ടിയുടെ പിതാവിൻ്റെ പരാതി. ഇനി കേസ് നടക്കാൻ പോകുന്നു, അങ്ങനെ പല പരിപാടികളും. അതൊക്കെ എന്താവോ എന്തോ, എൻ്റെ സത്യാവസ്ഥയൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ അങ്ങനെ ഒരു സംഭവം നടക്കുന്നു. ഉടനെ പിടിച്ച് ഫോട്ടോ വീഡിയോ, പിന്നെ അവൻ ഇറങ്ങിക്കഴിഞ്ഞ് വീഡിയോ. ഇതൊക്കെ ചെയ്യാൻ എല്ലാവർക്കും പറ്റുമെന്ന്. ഇതൊക്കെ ചെയ്യാൻ ആർക്കാ പറ്റാത്തേ?
അതിന് ഗവൺമെൻറ് ഒന്നും വേണ്ട. അവനെ നാണം കെടുത്താനാണെങ്കിൽ അല്ലെങ്കിൽ ഉള്ളതായിരിക്കാം, ശരിയാണ്, അന്വേഷിക്കണം, കേസൊക്കെ അതിൻ്റെ വഴിക്ക് പോകണം. അവിടെ ഈ കൺസിഡറേഷൻ ഇല്ല. വർക്ക് പ്ലേസ് ഹരാസ്മെൻ്റ് ആണ് നടന്നിരിക്കുന്നത്, പല തരത്തിലുള്ള പ്രശ്നങ്ങൾ. അവിടെ ഇല്ലാത്തൊരു പ്രത്യേകത സാധാരണക്കാരന് മാത്രം. ഇതെങ്ങനെ ഇത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണ് ഭരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നത്? ഇവർ പറയുന്നത് സാധാരണക്കാരുടെ പാർട്ടിയാണ്, തൊഴിലാളികളുടെ പാർട്ടിയാണ്. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം കാണുന്ന ഇതൊക്കെയാണ്. സംരക്ഷിക്കുന്നത് മൊത്തം ഇതുപോലത്തെ ആൾക്കാർ. എന്നിട്ട് ഈ പാവപ്പെട്ടവനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വൻ ഷോയും. പോലീസ് ഇതാ ചെയ്യുന്നത് അല്ലേ? പിന്നെ ഇപ്പം ഫോട്ടോ വരത്തില്ലേ? ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ എടുത്തിട്ട് മൈക്ക് കൊണ്ട് കുത്തിക്കേറ്റ്. ഇരകളെ സംരക്ഷിക്കണം, പക്ഷേ വേട്ടക്കാരനെ സംരക്ഷിക്കുന്ന ആദ്യമായിട്ട് കാണുക. ഇതുവരെ കണ്ടിട്ടില്ല. ഉമ്മൻചാണ്ടിയെ വരെ കൊണ്ടു കടന്ന് അപമാനിച്ച് അതിനൊന്നും ഇല്ലാത്തൊരു കുഴപ്പം എങ്ങനെ ഈ സിനിമാ നടന്മാർക്ക് കിട്ടുന്നു? കേരള മുഖ്യമന്ത്രിയെ ഇതുപോലെ അപമാനിച്ചവർക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും കുഴപ്പം, എന്തൊക്കെയോ ആരോപണങ്ങളായിരുന്നു. എന്നിട്ട് കുറേ വർഷം കഴിഞ്ഞപ്പോൾ അതൊന്നും അല്ലെന്ന്, അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറയുന്ന പോലത്തെ. ഇതൊന്നും അങ്ങനത്തെ കേസാണോ? ഇതങ്ങനത്തെ കേസാണോ? ഇവരെ എന്തിനാ സംരക്ഷിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരെ പറ്റി അറിയുന്നതുകൊണ്ട് എന്താ കുഴപ്പം? കേസിനെ എങ്ങനെ ബാധിക്കും? ആരും അതിന് പുറകെ പോകത്തില്ല. പോലീസ് തന്നെ അന്വേഷിക്കേണ്ടി വരും. ഇതുപോലെ തന്നെ ഇപ്പോൾ ഒരു സിദ്ദിഖ്, ഒരു മുകേഷ്, ഒരു ജയസൂര്യ, ഒരു ദിലീപ് കഴിഞ്ഞു. ആർക്കും ഒന്നും അറിയണ്ടോ? ഒരു മീഡിയക്കാർക്കും ഒന്നും അറിയത്തില്ല, പോലീസുകാർക്കും ഒന്നും അറിയത്തില്ല. ഇത് എവിടെ നിന്നുണ്ടാക്കിയ നിയമമാണ് ഇത്? കൊള്ളാം, മനോഹരമായിരിക്കുന്നു.